ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീവാ പെരുന്നാളിന് ശേഷം 4-ാം ഞായറാഴ്ച ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവന്നാസ്യോസ് 4-ാം മെത്രാപ്പൊലീത്തായുടെ 170-ാം ഓർമ്മ ചേപ്പാട് പള്ളി, യുഹാനോൻ മാർ അത്താനാസ്യോസ് എപ്പിസ്കോപ്പായുടെ 45-ാം ഓർമ്മ പെരുന്നാട് ബദനി ആശ്രമം. ഇന്ന് വിശുദ്ധ കുർബാനയിൽ നാം ഓരോരുത്തരും എവൻഗലിയോൻ മേശയിൽ വായിച്ചു കേൾക്കുവാൻ പോകുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസ് എവൻഗലിയോസ്തായുടെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വേദഭാഗം ആണ്. ഈ വേദഭാഗത്ത് നാം കാണുന്നത് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്നതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ ആധാരം എന്നത് അവൻ്റെ വസ്തുവകളോ സമൃദ്ധിയോ അല്ല, പിന്നെയോ അവൻ്റെ പ്രവൃത്തിയെ അനുസരിച്ച് ആയിരിക്കുമെന്ന് യേശുക്രിസ്തു എടുത്ത് പറയുന്നു. ഒരു ഉപമ ഇവിടെ യേശുക്രിസ്തു പറയുന്നുണ്ട്. ധനവാനായ മനുഷ്യൻ്റെ ഭൂമിയിൽ നന്നായി വിളവുണ്ടായി, അത് കൂട്ടി വയ്ക്കുവാനുള്ള അവൻ്റെ തത്രപ്പാട് ആണ് ബാക്കിയുള്ള അവൻ്റെ ജീവിതം. എന്നാൽ യേശു ചോദിക്കുന്നു, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ പിന്നെ ഒരുക്കി വെച്ചത് ആർക്ക് ആകും എന്നതാണ്. ആകയാൽ കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നീ നിന്റെ ജീവിതത്തിൻ്റെ ആധാരം നിന്റെ പ്രവൃത്തികളിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ സംസർഗത്തിലൂടെ ദൈവഹിതമനുസരിച്ച് ഉള്ളതാണോ എന്ന് പരിശോധിക്കുക. നമ്മളുടെ മനസ്സ് ദൈവാഗ്രഹം നിറഞ്ഞതാണ് എങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തെ സ്നേഹിക്കാത്തവൻ മരണത്തെ ഭയപ്പെടുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആകയാൽ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുക. എപ്പോൾ വിളിച്ചാലും അവൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള തയ്യാറെടുപ്പ് ഉള്ളവർ ആയിരിക്കണം നാം ഓരോരുത്തരും. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരും. ഒന്നിനാലും ഭാരപ്പെടരുത്. ദൈവം എല്ലാം നമുക്കായി കരുതും. നമ്മുടെ വിശ്വാസം ഉറച്ചതായിരിക്കണമെന്ന് മാത്രം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും മുട്ടുണ്ടാവുകയില്ല. ദൈവം അവന് ഒരു വഴി കാട്ടിക്കൊടുക്കും എന്നുള്ളതിന് നമുക്ക് നമ്മുടെ പിതാക്കന്മാരിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞുകൊള്ളുക. അതായത് സകല ദ്രവ്യാഗ്രഹങ്ങളും ഒഴിഞ്ഞുകൊള്ളുക. രണ്ടാമത്തത് ജീവന്റെ ആധാരം ക്രിസ്തു ആയിരിക്കണം. ജീവന്റെ ആധാരം ക്രിസ്തു ആയിരിക്കണം. മൂന്നാമത്തത് എപ്പോഴും നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാൻ തയ്യാറുള്ളവരായിരിക്കണം. എപ്പോഴും നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാൻ തയ്യാറുള്ളവരായിരിക്കണം. എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിപ്പാൻ ശ്രമിക്കണം. എന്ത് സംഭവിച്ചാലും അത് ദൈവം അറിയാതെ സംഭവിച്ചു എന്ന് നാം ഒരിക്കലും കരുതരുത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ നാം സ്വരൂപിക്കുന്നതെല്ലാം നമ്മുടെ കൂടെ പോരില്ല എന്ന വസ്തുത എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുന്നുവോ, അന്ന് നാം ദൈവവേദലായി, യാതൊരു സംശയവും ഇല്ല. പരിമള തിരുമേനിയുടെ ജീവിതം ഒന്ന് വീക്ഷിച്ചു നോക്കുക. പാമ്പാടി തിരുമേനിയുടെ ശരിക്കും ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. കന്യമറിയാമിനെ ശരിക്കും മനസ്സിലാക്കുക. താഴാഴ്മയുടെ ഉറവിടമായ ആ അമ്മയുടെ ലളിതമായ ജീവിതം ഒന്ന് മനസ്സിലാക്കുക. ആ അമ്മയുടെ മധ്യസ്ഥത 2 രീതിയിലുള്ളതാണ്. ഒന്നാമത്തത് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി തൻ്റെ പുത്രനോട് മധ്യസ്ഥത യാചിക്കുന്നു. ഉദാഹരണം കാനാവിലെ കല്യാണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾക്കായി ആ അമ്മ മധ്യസ്ഥത യാചിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങളും സാധിച്ചു തരും എന്ന് യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയും അവന് നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരിച്ചു കിട്ടിയതായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് നാം ഓർത്തിരിക്കേണ്ടതായ 3 കാര്യങ്ങളെന്ന് പറയുന്നത് സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞുകൊള്ളുക. ജീവന്റെ ആധാരം ക്രിസ്തു ആയിരിക്കണം. മൂന്നാമത്തത് എപ്പോഴും നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാൻ തയ്യാറുള്ളവരായിരിക്കണം. അതിനുവേണ്ടി നാം എപ്പോഴും ചെയ്യേണ്ടത് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും വിശുദ്ധ കുർബാന സംബന്ധിക്കുകയും കുർബാന അനുഭവിക്കുകയും
ഒക്കെ ചെയ്യുകയും എപ്പോഴും ഒരു ശുഭചിന്തകനായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ പൈതലായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. ഈ ലോകത്തിൽ നമുക്കുള്ള എല്ലാ സമൃദ്ധിയും ഉണ്ടാകും, സന്തോഷം എപ്പോഴും ഉണ്ടാകും. അതുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ദൈവം അവൻ്റെ വലത്തുകരം നീട്ടി നമ്മെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെയും നമുക്ക് സാധിച്ചെടുക്കുവാൻ സാധിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ നല്ല ദിവസത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഹാപ്പി സൺഡേ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.